ബിജു മേനോൻ്റെ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല പെർഫോമൻസുകളുള്ള സിനിമകളായിരിക്കും, അല്ലെങ്കിൽ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമകളായിരിക്കും. എന്തായാലും ബിജു മേനോൻ്റെ സിനിമയ്ക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് തുണ്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രോമിസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഹൗസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഷിഖ് ഉസ്മാനാണ്. സോ അതിലും കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് തുണ്ടെന്ന് പറഞ്ഞ സിനിമ തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടെ തീരെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ തീരെ പിടിച്ചില്ല. ഭയങ്കര നിരാശ സമ്മാനിച്ചൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പേര് പോലെ തന്നെ കുറേ തുണ്ടുകളാണ് സിനിമ. ഇതൊന്നും സംയോജിപ്പിച്ചൊരു ക്ലിയർ പിക്ചറോ ഒരു ഐഡിയ ഒന്നും തന്നെ സിനിമ സമ്മാനിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയതൊരു ചോദ്യമാണ്. കാരണം ഈ സിനിമ ഒട്ടിയിട്ടെല്ലാം ഇറക്കാമായിരുന്നില്ലേ, എന്തിനാണ് ഈ വെറുതെ ഞങ്ങളുടെ 150 രൂപ 160 രൂപ ഞങ്ങളെ കളഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും, കുറേ ഇമോഷൻസ് ഉണ്ട്, കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. ഈ സിനിമയിലേക്ക് ഒരു തരത്തിലും നമ്മൾ ഇന്നാക്കുന്നില്ല. ഇന്നാക്കണ സീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിനിമ തുണ്ടെന്ന് എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന ആ ഒരു സംഭവം വരെ, അതുവരെ സംഭവം കൊള്ളായിരുന്നു എന്ന് തോന്നി. അതുവരെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങൾ, കുറച്ചൊരു വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങൾ തുടക്കത്തിൽ കുറച്ച് നേരം കൊള്ളായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ സിനിമ അങ്ങോട്ട് ഇതെന്തത്, ഇത് ഷോർട്ട് ഫിലിമാണോ അത് വേറെ എന്തെങ്കിലും ഷോർട്ട് ഫിലിം എനിക്ക് തോന്നി ഇതിനേക്കാളും ബെറ്റർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പടം ഒരു തരത്തിൽ നമുക്ക് കണക്റ്റ് ആവാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിജു മേനോൻ ഉണ്ട് എന്ന് പറയാം, അല്ലാണ്ട് വലിയ പ്രകടനമൊന്നുമില്ല. കുറച്ച് ഇമോഷൻ സീൻസ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതും പൂർണ്ണതയിലായിട്ടില്ല. റാഫി മെക്കാർട്ടിനുണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഷൈൻ ടോം ചാക്കോ, അവസാനം ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഷൈൻ ടോം ചാക്കോ, അങ്ങനെ തന്നെ യൂഷ്വൽ ഷൈൻ ടോം ചാക്കോനെ അധികം കണ്ടില്ല. അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ കോട്ടയം നസീർ ഇത് കൊള്ളാമായിരുന്നു. ഈ കുറച്ച് നാളുകളായിട്ട് വരുന്ന സിനിമകളിൽ പോലീസ് വേഷം കിടിലനായിട്ട് കോട്ടയം നസീർ ചെയ്യുന്നുണ്ട്. ഒരു സീനിയർ ഓഫീസർ എന്നുള്ള രീതിയിൽ കലിപ്പൻ അല്ലെങ്കിൽ പ്രതികാരമൊക്കെ എടുക്കുന്ന, നീ വല്ലാണ്ട് റോളൊന്നും എടുക്കണ്ട, പറയണത് കേട്ടാൽ മതി എന്ന് പറയുന്ന ആ ഒരു മോഡലുള്ള കോട്ടയം നസീർ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. എസ്പെഷ്യലി അന്വേഷിപ്പും കണ്ടതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭ്യൂഹം എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. അതൊക്കെ നെഗറ്റീവ് റോളും കാര്യങ്ങളൊക്കെ കോട്ടയം നസീർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൊള്ളായിരുന്നു തോന്നി. പിന്നെ എടുത്ത് പറയത്തക്ക ഒന്നും സിനിമയിലില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ ഉണ്ട് എന്ന് പറയാം, അല്ലാണ്ട് അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ സിനിമയിൽ ഒരു നോൺ ലീനിയർ പരിപാടി ഇവിടെയും ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ടൊരു കണക്റ്റിംഗ് നമുക്ക് അങ്ങോട്ടൊരു സിങ്ക് ആവുന്നില്ല. അത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ ഒരു കൺഫ്യൂഷനിലേക്ക് സിനിമ കൊണ്ടെത്തിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഓക്കെ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് കണ്ടു കഴിയുമ്പോൾ ഓക്കെ യെസ്, ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ ഇങ്ങനെയാണല്ലേ ഇതിപ്പോൾ കൊള്ളാലോ ഒന്നുമില്ല. അതിന് മൊത്തത്തിൽ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞെങ്കിൽ നെഗറ്റീവ്സിനെ എടുത്ത് ഇങ്ങനെ കൂടുതലായിട്ട് പറയേണ്ടി വരും. പോസിറ്റീവായിട്ട് എനിക്ക് എടുത്ത് പറയാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ തോന്നിയുള്ളൂ. സോ ബെറ്റർ ഈ സിനിമ നിങ്ങൾ OTT വരുമ്പോൾ കണ്ടാൽ മതി എന്നുള്ളതാണ് പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.